നാടുകളിൽ ഈ നക്ഷത്രാങ്കിത ദ്വിവർണ്ണ പതാക പാറി പറപ്പിക്കുന്ന പ്രസ്ഥാനത്തെ ചെറുതാക്കി കാണിക്കാൻ പലരും ബുദ്ധിപൂർവ്വം ശ്രമം നടത്തുന്നുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് ബദലല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് ബദലാകാൻ രാജ്യവ്യാപകമായി ഇത്തരം ഒരു രാഷ്ട്രീയ സംഘാടനം നടത്തേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. പക്ഷേ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ അത്തരം ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു കാലത്ത് അബ്ദുൽ നാസർ മഅദനി സാഹിബിന്റെ PDP ഉണ്ടായിട്ടില്ലേ, ഫാറൂഖ് അവരുടെ NDP ഉണ്ടായിട്ടില്ലേ, INL സേട്ടു സാഹിബ് കൊണ്ടുവന്നില്ലേ? ഇത്തരം പ്രസ്ഥാനങ്ങൾക്കൊന്നും ഭാവിയില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്ത് കേരള സംസ്ഥാനത്ത് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കും ഭാവി എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിന് അടിവരയിട്ട് കൊണ്ട് പറയട്ടെ, രാജ്യവ്യാപകമായി ഒരു കേഡർ സംവിധാനത്തിൽ വളർത്തപ്പെടുന്ന ഈ രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാവി 15 കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ വർദ്ധിത ജനവിഭാഗം അനുഭവിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അസമാനമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ അതല്ലെങ്കിൽ ഇതിന്റെ സംഘാടന സംവിധാനത്തിൽ സ്വാഭാവികമായും മതന്യൂനപക്ഷ ജനവിഭാഗത്തിന് ഒരു സ്വാധീനമുണ്ടായി എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഇത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കൃഷ്ണമൂർത്തി വാര്യരുടെ ദേശാഭിമാനി ഉൾപ്പെടെയുള്ളതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ വർഗബോധം പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വിരലിലെണ്ണാവുന്ന സവർണ കോമരങ്ങളാണ് എന്നതുകൊണ്ട് ആ പാർട്ടി ബ്രാഹ്മണിസത്തിന്റെ പാർട്ടിയാണ് എന്ന് തുറന്ന് പറയാനോ ആരോപണം ഉന്നയിക്കാനോ ആർക്കെങ്കിലും ഇവിടെ തന്റെ ഇടമുണ്ടോ? ഞങ്ങൾ കാര്യകാരണ സഹിതം ചോദിക്കുന്നു. നമുക്കൊരു ധാരണയുണ്ട്, തീയനായ പിണറായി വിജയനാണ് മാർക്സിസ്റ്റ് പാർട്ടിയും നിയന്ത്രിക്കുന്നത് എന്ന്. അതൊരു തെറ്റായ ധാരണയാണ്. ഈ രാജ്യത്തെ തീയ സമുദായം ഉൾപ്പെടെയുള്ള, ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തിന്റെ മർദ്ദിത ജനത മാർക്സിസ്റ്റ് പാർട്ടിയിലൂടെ വിമോചനം കണ്ടുകൊണ്ട് സിന്ദാബാദ് വിളിക്കുകയും കേരളത്തിൽ വ്യാപകമായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തപ്പോൾ ഒരു കാര്യം അവർ തിരിച്ചറിയാൻ വൈകിപ്പോയി. ഈ ചെങ്കൊടി പിടിച്ചുകൊണ്ട് വിപ്ലവവും വിമോചനവും പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇപ്പോൾ അതിനെ നിയന്ത്രിക്കുന്നത് തീയനായ പിണറായി വിജയനാണ് എന്ന അബദ്ധ ധാരണയിൽ ആ പാർട്ടിയെ പലരും സമീപിച്ചു പോയി. പക്ഷേ കട്ടന്റെ പിന്നിൽ ആരാണ് എന്ന് പരിശോധിച്ചിട്ടില്ല. ആരാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗമാണ് ആലോചിക്കേണ്ടത്. ഈ ചെങ്കൊടിയിൽ പൂവണിയുമെന്ന് തെറ്റിദ്ധരിക്കുന്ന സ്വപ്ന ലോകങ്ങൾ